Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്ക് വഴറ്റുന്നത് പോലെ നന്നായിട്ട് ഫ്രൈ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതുമാത്രമല്ല ഒരുപാട് സമയവും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകും മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. കൂടുതൽ സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ ഇത് സവാള നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ ശരിക്കും ചിക്കനിൽ മിക്സായി കിട്ടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂർ വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴേ ശരിക്കും ഈ ചിക്കനിലേക്കൊക്കെ ഈ മസാല പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു റെസിപ്പിയാണിത്. കാര്യം ഒരുപാട് സമയമൊന്നും വേണ്ട. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് വീണ്ടും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് നേരം വഴറ്റിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. ആകെ നമ്മൾ സവാള ഫ്രൈ ചെയ്യുന്ന സമയം മാത്രമേ ഇതിനാവുന്നുള്ളൂ. അപ്പോൾ ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. കാര്യം ചിക്കൻ ആകുമ്പോൾ വേഗം കുക്കായി കിട്ടുകയും ചെയ്യും. ഇത് 20 മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ചിക്കൻ ചുക്ക തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിന് മുകളിലേക്ക് വിതറിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും ആ ഗരം മസാലയുടെയൊക്കെ ആ ഫ്ലേവറും കൂടെ ഒന്ന് വരുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.